ഈ റിപ്പോർട്ടിന്റെ ഇപ്പൊ പ്രസിദ്ധീകരിച്ച ഭാഗം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ്, ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികളിൽ ഗവൺമെന്റ് പോകേണ്ട ഭാഗം ഉണ്ടെങ്കിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കും. ഇത് പ്രസിദ്ധീകരിക്കുന്നതെന്ന് രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ആദ്യം കത്തെഴുതി കൊടുക്കുന്ന ജസ്റ്റിസ് ഹേമ തന്നെയാണ്. ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ പേപ്പർ വരുന്നില്ല, ഇത് ഞങ്ങളാരും വായിക്കുന്നില്ല. കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ട് അപ്പം തന്നെ രഹസ്യ സ്വഭാവമുള്ളതാക്കുവാൻ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലങ്ങളിൽ പോയി അതൊരു കസ്റ്റോഡിയനായി, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കസ്റ്റഡിയിലേക്ക് ഇത് പോകുന്നു. ഇത് ഏതെങ്കിലും കാരണവശാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെയും അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പല ആളുകളും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് ഉത്തരവുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനകത്തെ നിഗമനവും നിർദ്ദേശവും നമ്മൾ നോക്കിയാൽ മതി. ആ നിഗമനവും നിർദ്ദേശവും നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ. അപ്പം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എനിക്ക് പറയാൻ പറ്റും. കോടതി പറയണം ബാക്കിയുള്ള പേജ് ഇത്രയുണ്ട്, അതുകൂടെ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ കോടതി പറയുന്നത് ഈ പ്രസിദ്ധീകരിച്ച പേപ്പറിനകത്ത് ഇന്ന കുറ്റങ്ങളുണ്ട് പറയട്ടെ. ഇനിയും ഈ 3 വർഷം ഞാൻ മന്ത്രിയായതിനു ശേഷം, അതിന് മുമ്പ് ബഹുമാനപ്പെട്ട AK ബാലൻ ആയിരുന്നു മന്ത്രി, അദ്ദേഹത്തിൻ്റെ കാലത്തോ എൻ്റെ കാലത്തോ ഞാൻ വന്നതിന് ശേഷം ഒരു പരാതി കേരളത്തിലെ ഒരു വനിതാ സിനിമാ രംഗത്തെ ആളുകൾ നമ്മുടെ മുമ്പ് പറഞ്ഞു. WCC ഉൾപ്പെടെയുള്ള ഒരു മെമ്മോറാണ് തന്നിട്ടുണ്ട്. ആ മെമ്മോറിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ജസ്റ്റിസ് ഹേമയുടെ പിന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധന തുടങ്ങിയത്. ഇതിൽ സ്ത്രീകൾക്ക് ദോഷകരമായ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരാതി തരാം, കോടതിയെ സമീപിക്കുക. നിലവിലുള്ള നിയമസംഹിതയ്ക്ക് അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റും. അതനുസരിച്ച് മുന്നോട്ട് പോകാം. ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും കാര്യം വന്നാൽ ഒരു വിട്ടുവീഴ്ച ഗവൺമെന്റ് ചെയ്യില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു, ആ കാര്യത്തിൽ നിലപാട് ക്ലിയറാണ്. ഞങ്ങൾ ഇതിനൊപ്പമാണ്, ഈ സമൂഹത്തിനൊപ്പമാണ്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ നിലപാട് എടുക്കുന്നു. എത്ര പച്ചക്കള്ളമാണ് ഈ മന്ത്രി വിളിച്ചു പറയുന്നത് നമ്മൾ ഒന്ന് ഓർക്കണം. ഈ വാക്ക് കേൾക്കുമ്പോൾ, അതായത് വളരെ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ 19/2/2020 അയച്ച ഒരു കത്തിൽ വളരെ വ്യക്തമായി തന്നെ അന്നത്തെ റാണി ജോർജ് എന്ന കൾച്ചറൽ അഫയേഴ്സിന്റെ സെക്രട്ടറിക്ക് അയക്കുന്ന കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ വായിക്കാം. ഐ വിഷ് ടു ഇൻഫോം ദാറ്റ് ദ റിപ്പോർട്ട് ഇൻ ഒറിജിനൽ വിത്ത് 2 copies were made available in the government. On 31st December 2019, the report was handed over to the Honorable Chief Minister and copy was handed over to the Honorable Minister for Cultural Affairs. അതായത് അന്ന് മനസ്സിലാക്കേണ്ടത് സജിത് ആയിരുന്നില്ല കൾച്ചറൽ അഫയേഴ്സ് മിനിസ്റ്റർ, അന്ന് മന്ത്രി AK ബാലനായിരുന്നു. പക്ഷേ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണല്ലോ. ഓഫീസിൽ ഈ ലെറ്റർ, ഈ റിപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഈ മന്ത്രി എത്ര കള്ളമാണ് ജനത്തോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഇത്ര ശക്തമായ തെളിവുകൾ മൊഴിയായി മറ്റു തെളിവുകളായി സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഈ മന്ത്രി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിതൊന്നും കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, മൊത്തം ഉദ്യോഗസ്ഥരാണ്. ശരണ്യ, എങ്ങനെ വ്യാഖ്യാനിക്കണം മന്ത്രിയുടെ ഈ പരാമർശത്തെ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ സ്വീകരിക്കുന്നത് ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിലപാടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മന്ത്രി പറയുന്നത് താൻ വളരെ നിഷ്കളങ്കമായാണ് അദ്ദേഹം പറഞ്ഞത്. തങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഇത്തരത്തിൽ സെക്ഷൽ ഹറാസ്മെന്റ് നടന്നു എന്നുള്ളത് ഇന്നലത്തെ വിവരാവകാശ രേഖകൾ പ്രകാരം ഇത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് തങ്ങൾ ഇത് അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ നിലപാടിൽ തന്നെ അദ്ദേഹം ആവർത്തിച്ച് താൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ മന്ത്രിയുടെ അതേ വകുപ്പിലുള്ള സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ജസ്റ്റിസ് ഹേമ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ കത്ത് കൈമാറുന്ന സമയത്ത് തന്നെ, കത്ത് കൈമാറുമ്പോൾ തന്നെ ഈ ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കിയിട്ടുള്ളത് മന്ത്രിക്കും, അതായത് നൽകിയിട്ടുള്ള കോപ്പികളുടെ എണ്ണം സഹിതം പറഞ്ഞുകൊണ്ടാണ് ആ കത്തിനകത്ത് ജസ്റ്റിസ് ഹേമ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കോപ്പി നൽകിയിട്ടുണ്ട്, ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് വളരെ കൃത്യമായി അവർ പറയുന്നു, ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുത്, അത് ഇരകളാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് അതിക്രമം നടത്തിയവരെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടല്ല. പക്ഷെ സർക്കാർ ഇപ്പോൾ പ്രതിരോധിക്കാനായി എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത് പൂഴ്ത്തിവെച്ചു എന്നതിനെ സംബന്ധിച്ച് പ്രതിരോധിക്കുന്നതിനായി ജസ്റ്റിസ് ഹേമയുടെ ഈ കത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഇത് പറയുമ്പോൾ പോലും ഇരകളാക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരം ഒരു ലൈംഗിക അതിക്രമം നടന്ന റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്ന് മന്ത്രി
ആവർത്തിച്ചു പറയുന്നു. അത് ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന, അല്ലെങ്കിൽ മന്ത്രി പറയുന്ന കാര്യങ്ങൾ കളവാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന കത്ത് തന്നെയാണ് നമ്മളുടെ കൈവശമുള്ളത്. ഈ കത്തിനകത്ത് വളരെ കൃത്യമായി ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട്. താൻ 3 കോപ്പികൾ നൽകിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കൃത്യമായി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അവർ പറയുന്നു. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കും എന്നുള്ള കാര്യവും വളരെ വ്യക്തമായി പറയുന്നു. ഇൻ ക്യാമറ പ്രൊസീജിയറിന്റെ ഭാഗമായി ലൈംഗിക അതിക്രമങ്ങളും പരാതികളും അടക്കം നിരവധി വിവരങ്ങൾ തനിക്ക് ഈ റിപ്പോർട്ടിനകത്ത് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ഇരകളാക്കപ്പെട്ടവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടരുത് എന്ന് പറയുന്നു. പക്ഷേ അതേസമയം ജസ്റ്റിസ് ഹേമ ഒരിക്കലും ഈ വിഷയത്തിനകത്ത് നിയമ നടപടികൾ സ്വീകരിക്കരുതെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വിവരങ്ങൾ, ഇരകളാക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ സ്വകാര്യമാക്കണമെന്ന് മാത്രമാണ് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ഇരകളെ അതിക്രമിച്ച അല്ലെങ്കിൽ അക്രമം നടത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കരുതെന്നോ അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരരുതെന്നോ ഉള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ അഭിപ്രായവും ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടില്ല. അതായത് സർക്കാർ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന ഈ ജസ്റ്റിസ് ഹേമയുടെ കത്ത് പോലും അത് ആ രീതിയിലല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായി മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞ പ്രതികരണം, അതായത് ഇത്തരം ലൈംഗിക അതിക്രമങ്ങളെ സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല എന്ന് പറയുന്ന കാര്യം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് 2020 ഫെബ്രുവരി 19 റാണി ജോർജ് IAS അയച്ച ഈ കത്ത്.